രണ്ട് മുന്നണികളും വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കുന്നത്. വോട്ടർ പട്ടികയിൽ വ്യാപകമായിട്ട് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വോട്ട് ചേർത്തിയത് ആരാണെന്നുള്ളത് പാലക്കാട്ടത്തെ ജനങ്ങൾക്കറിയാം. ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ടായിരുന്നു, കൊടുമ്പ് പഞ്ചായത്തിലെ വോട്ടുകൾ കണ്ണാടി പഞ്ചായത്തിലെ 177-78 ബൂത്തുകളിൽ വ്യാപകമായി ചേർത്തിരിക്കുന്നു. ആ വോട്ടുകൾ ചേർത്തിയ വോട്ടുകൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും, ആ വ്യക്തികളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയാൽ അറിയാൻ കഴിയും അത് ഏത് പാർട്ടിയോട് അനുഭാവം പുലർത്തുന്ന ആളുകളാണെന്ന് ഏത് ആൾക്കും മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസിൻ്റെ കണ്ണാടി പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലാണ് കൊടുമ്പ് പഞ്ചായത്തിലെ പെട്ട കോൺഗ്രസിൻ്റെ ആളുകളെ വ്യാപകമായിട്ട് തൊട്ട് അടുത്ത് കിടക്കുന്ന സമീപ പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ വ്യാപകമായിട്ട് കള്ളവോട്ടായിട്ട് ചേർത്തിട്ടുള്ളത്. CPM-ൻ്റെ ഭരിക്കുന്ന പഞ്ചായത്താണ് കണ്ണാടി. അപ്പോൾ ഇത്തരത്തിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളത് സംഘടിപ്പിച്ച് വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർത്തുന്ന സമയത്ത് CPM-ൻ്റെ പഞ്ചായത്ത് ഭരണസമിതി എന്തുകൊണ്ട് ഇത് തടയാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. CPM-ൻ്റെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സരിൻ, അദ്ദേഹം ഇവിടെ വോട്ടറായിരിക്കുക. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമം? ഒരാളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തണമെങ്കിൽ അയാൾ 6 മാസമെങ്കിലും ഒരു മേൽവിലാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 6 മാസമെങ്കിലും താമസിച്ചിരിക്കണം. സരിൻ്റെ 27/484 നമ്പർ വീട്, മണപ്പുള്ളിക്കാവ് വാർഡിലത്തെ വീട്ടിൽ, ആ വീട്ടിൽ താമസിക്കുന്ന ആരാണെന്ന് നിങ്ങളൊന്ന് നേരിട്ട് പോയി പരിശോധിക്കണം. അവിടെ വാടകയ്ക്ക് കൊടുത്ത വീടാണ്, ആ വീട്ടിൽ താമസിക്കുന്നത് മറ്റാളുകളാണ്. ആ വീട്ടിൻ്റെ അഡ്രസ്സിലാണ്, ആ വീട്ട് നമ്പറിലാണ് സരിൻ്റെ വോട്ട് ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്താണ് വോട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്രയായി? അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമപ്രകാരം 6 മാസം ഒരു മേൽവിലാസത്തിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുടെ വോട്ടാണ് ചേർത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ ലംഘനം നടത്തിയിട്ടുള്ളത് ആരാ? വടി കൊടുത്ത് അടിവാങ്ങുന്ന പരിപാടിയാണ് CPM-ഉം കോൺഗ്രസും ചെയ്യുന്നത്. VK ശ്രീകണ്ഠൻ പറഞ്ഞു BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റെ വോട്ട് ഇവിടെയുണ്ടെന്ന്. ഞാൻ ശ്രീകണ്ഠനെ വെല്ലുവിളിക്കുക, ഏത് വൈസ് പ്രസിഡൻ്റെ വോട്ടാണ് കോഴിക്കോടും പാലക്കാടും ഉള്ളതെന്നുള്ളത് ശ്രീകണ്ഠൻ തെളിയിക്കാൻ തയ്യാറാണ്. ഒരു ലോകസഭാ MP, ഒരു ജനപ്രതിനിധി യാതൊരുവിധ സത്യാവസ്ഥയും ഇല്ലാത്ത കാര്യങ്ങൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് ആദ്യം നിർത്തണം. രഘുനാഥിൻ്റെ പേര് 2 കോഴിക്കോടും പാലക്കാടും ഉണ്ടെന്ന് ശ്രീകണ്ഠൻ തെളിയിച്ചാൽ ശ്രീകണ്ഠൻ MP സ്ഥാനം രാജിവെക്കണം. തെറ്റാണെങ്കിൽ, ശ്രീകണ്ഠൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ രാജിവെക്കണം. ഞാൻ പറയുന്നു, ശ്രീകണ്ഠൻ അത് തെളിയിച്ചാൽ ഇന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് പിന്മാറാൻ തയ്യാറാണ്. വായി തോന്നിയത് വിളിച്ചു പറയുന്ന ആളാവണോ ഒരു ജനപ്രതിനിധി? എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, യാതൊരുവിധ ആരെങ്കിലും വിളിച്ചു കൊടുക്കുന്ന വാർത്തകളൊക്കെ വിളിച്ചു പറയേണ്ട ആളല്ല ഒരു ജനപ്രതിനിധി. അദ്ദേഹത്തിന് ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്നുള്ള ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും ഒരു നിമിഷം കൊണ്ട് ആരുടെയും പേര് സെർച്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും ഏത് ജില്ലയിലും ഏത് പ്രദേശത്തുള്ള ആളുടെ വോട്ട് അവിടെ ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാനമുള്ള സമയത്താണ് ഒരു MP ഇത്തരത്തിലുള്ള പരാമർശവുമായിട്ട് വരുന്നത്. അപലപനീയമാണ്. ഇവിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നത് 2 മുന്നണികളാണ്. യഥാർത്ഥത്തിൽ 33-ാം നമ്പർ ബൂത്ത് ഈ പ്രദേശത്തെ ബൂത്താണ്. ഈ ബൂത്തിൽ 16 പേര് സ്ഥിര താമസമുള്ള, കഴിഞ്ഞ 20-30 വർഷമായിട്ട് ഇവിടെ താമസിച്ച് വരുന്ന, ഇവിടെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആ ആളുകളെ, കരട് വോട്ടർ പട്ടികയിലുള്ള ആളുകളെ BLO-നെ ഇൻഫ്ലുവൻസ് ചെയ്ത് 2 മുന്നണികളും കൂടി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയിരിക്കുക. ഇവിടെ അയ്യപ്പുരത്ത് റേഷൻ കട നടത്തുന്ന ബാലു, നിങ്ങൾ ഈ പ്രദേശത്ത് ആരോട് ചോദിച്ചാലും അറിയാം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുതൽ ആ റേഷൻ കട നടത്തി വരികയാണ്. അച്ഛൻ്റെ മരണശേഷം അദ്ദേഹമാണ് റേഷൻ കട നടത്തി വരുന്നത്. എല്ലാ ദിവസവും കാലത്ത് 8 മണി തൊട്ട് രാത്രി 7:30-8 മണി വരെ ആ റേഷൻ കടയിൽ ഇരിക്കുന്ന ആളാണ്. താമസിക്കുന്നത് ഇവിടെയാണ്. അദ്ദേഹത്തെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുക. അദ്ദേഹത്തെയും ഭാര്യയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുക. അപ്പോൾ BJP-ക്ക് അനുകൂലമായി കിട്ടുന്ന വോട്ടുകൾ ഓരോ ബൂത്തുകളിലും 20-ഉം 25-ഉം വോട്ടുകൾ വീതം വളരെ ആസൂത്രിതമായിട്ട് കരട് വോട്ടർ പട്ടികയിലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് സംശയിക്കില്ല. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് അതിൽ അഡീഷണൽ ലിസ്റ്റിലാണ് ഈ നീക്കം ചെയ്തവരുടെ പേരുകളിൽ ഇവരുടെ പേര് വരുന്നത്. അപ്പോൾ 2 മുന്നണികളും തമ്മിൽ വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർത്തുക,
BJPക്ക് അനുകൂലമായിട്ട് ലഭിക്കാവുന്ന വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു നടപടി കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഇതിൽ ജില്ലാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ വലിയ വീഴ്ചയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുള്ള ഡബിൾ വോട്ടിനെ സംബന്ധിച്ച് എല്ലാ രേഖകളും കൊടുത്തിരുന്നു. 1,68,000 ഇത്തരത്തിലുള്ള വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ പരിശോധിക്കണം, അത് നീക്കം ചെയ്യണമെന്ന് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതാണ്, ജില്ലാ കളക്ടറോട് അന്ന് ആവശ്യപ്പെട്ടതാണ്. ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചാണ്, ഹൈക്കോടതി ഇത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് അന്ന് ജില്ലാ കളക്ടർ സ്വീകരിച്ചത്, തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ സ്വീകരിച്ചത്. അതിൻ്റെ ഫലമാണ് ഇപ്പോഴും ഡബിൾ വോട്ട് എല്ലാ പ്രദേശത്തും വരുന്നത്. ഇത് തടയേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ ജില്ലയിൽ കൃത്യമായിട്ട് CPM അവരുടെ ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്.